ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ എന്താ ഉണ്ടാക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ കുറച്ച് ഉള്ളി എടുത്തിട്ടുണ്ട്. നമുക്കിന്ന് ഉള്ളിവട ഉണ്ടാക്കി നോക്കിയാലോ. അപ്പോൾ വീഡിയോയിലോട്ട് പോവാവേ. അപ്പോൾ നമുക്ക് ഉള്ളിയൊക്കെ ഒന്ന് നേർങ്ങനെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ളതായിരുന്നേ, നൈസായിട്ട് കിട്ടൂല. ഉള്ളിവടക്ക് കറിവേപ്പില വേണം, ഇഞ്ചി വേണം, പച്ചമുളക് വേണം. പച്ചമുളകില്ല, പച്ചമുളക് തീർന്നിട്ടായിട്ട്. ഇപ്പോഴത്തെ ഉള്ളിയൊന്നും ഒരു ശരിയില്ല, കുഞ്ഞു കുഞ്ഞു ഉള്ളിയാണ്, വേഗം കേട് വരില്ല. കൈ മുറിഞ്ഞോ സംശയമില്ല. ഒരാളുണ്ടാവും ഞാൻ ഇങ്ങനെ കത്തി വെക്കുന്ന ഞാനങ്ങനെ ആക്കിക്കണം. എൻ്റെ വിരൽ കിടക്കുമ്പോൾ ചെറുതായിട്ട് മുറിഞ്ഞു ഗൈസ്, പോച്ചെടുക്കുന്നു. അപ്പോൾ നമ്മുടെ ഉള്ളി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് ഉള്ളി കുറച്ചൊന്ന് ഉപ്പിട്ടിട്ട് ഒന്ന് നന്നായി മിക്സ് ചെയ്ത് വെക്കാം കേട്ടോ. അത് ഉള്ളിയിൽ ഉപ്പ് കുടിക്കുകയും ചെയ്യും, പിന്നെ കൂടാതെ അതിൻ്റെ വെള്ളമൊക്കെ ഇറങ്ങി വന്ന് നല്ലൊന്ന് നമ്മുടെ ഉള്ളി ഒന്ന് നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആയി കിട്ടും. അതിന് വേണ്ടിയിട്ടാണ്. ഉള്ളി കുറച്ച് സമയം ഒന്ന് മാറ്റി വെക്കാം കേട്ടോ. അത് നമ്മുടെ ഉള്ളിവടേൻ്റെ ഉള്ളി ഇവിടെ വെള്ളം പോലെ ആയിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് പച്ചപ്പറങ്കി ഇഞ്ചി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി ഒരു 2 സ്പൂണ് കടലപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് മൈദപ്പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്കൊരു നുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ചെറുതായിട്ട് കളറിന് ലേശം മുളക് പൊടി കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് വരാം കേട്ടോ. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവേ. അപ്പോൾ നമ്മുടെ ഉള്ളിവടയുടെ കൂട്ടുവട റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചുട്ടെടുത്തിട്ട് വരാം കേട്ടോ. ഇപ്പോൾ ചട്ടി വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം.
പെട്ടെന്നൊരു കോൾ വന്ന് ചതിച്ചു ഗൈസ്. ഞാൻ എണ്ണ ചൂടായപ്പോൾ ഇടാൻ തുടങ്ങിയായിരുന്നു കേട്ടോ. എണ്ണ നന്നായി ചൂടായി വന്നപ്പോൾ നമ്മുടെ ഉള്ളി അതിലേക്ക് കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. എണ്ണ വാടായിട്ട് അതുകൊണ്ട് മാർക്കറ്റിന് കുഴപ്പമില്ലാന്ന് തോന്നുന്നല്ലേ. തട്ടിക്കൂട്ട് ഉള്ളിവടയാണ് കേട്ടോ. എല്ലാം കൂടി പറ്റി പിടിച്ചു പോയി ഗൈസ്. എന്തുവായത്? അതിനിടയിൽ ചായ ആയി ഗൈസ്. ഉള്ളി കരിഞ്ഞു പോയി. ചായ വാങ്ങുമ്പോൾ ഉള്ളിലേക്ക് കരിഞ്ഞു പോയി. കുറച്ചൊന്നുമില്ല. സോറി ഗൈസ്. ചായ വെക്കാൻ പോയതാ, അല്പം കളറൊന്നും ചേഞ്ച് ആയിപ്പോയി. സാരില്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാലോ. വേണ്ടായിരുന്നു. അപ്പോൾ ബാക്കിയും കൂടി നമുക്ക് അതുപോലെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഉള്ളിവട, പക്കുവട, പക്കുവട. രണ്ടെണ്ണം ഇനി അതിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ കരിഞ്ഞ് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് രണ്ട് മാത്രം മാറ്റി വെക്കാം. കേട്ടോ
ചെറിയ ആ ഒരു ചൂടിൽ കുറച്ചും കൂടി കളർ മാറും. ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആകുമ്പോൾ തന്നെ വാങ്ങിയാൽ കറക്റ്റ് ഉള്ളിവടയുടെ ആ ഒരു കളർ കിട്ടും. കുറച്ചൊന്ന് അധികമായി പോയിട്ടുണ്ടെങ്കിൽ പിന്നെ കരിഞ്ഞ പോലെ. നമുക്ക് ബാക്കിയുള്ളതും കൂടി ഇതുപോലെ ചുട്ടെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ നല്ല സാധനം റെഡിയായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഉള്ളിവട ഇവിടെ റെഡിയായി, ചായ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു ഉള്ളിവടയാണ് ഞാനിന്ന് ഉണ്ടാക്കിയത്. അപ്പോൾ നമ്മുടെ ഉള്ളിവട ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഒരൽപ്പം ഉപ്പ് കൊടുക്കണേ, ബാക്കിയൊക്കെ ഓക്കെയാണ്. ഉപ്പിട്ടപ്പോൾ ശരിയായിട്ടുണ്ട്. ഉള്ളിവട നല്ല അടിപൊളി ചായ. ചൂടാണ്. അപ്പോൾ ബൈ. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. Thank you. താങ്ക് യു. Bye.